അപ്പോൾ നിങ്ങൾ ഫുൾ സൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ബാസിൻ്റെ എഫക്റ്റ് കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് അറിയാൻ പറ്റും. അടക്കം പറയുന്ന ആൾക്കാരുടെ റിവ്യൂ മാത്രം വിശ്വസിച്ചിട്ട് പ്രൊഡക്റ്റ് എടുക്കരുത്. ഗോ എന്ന ബ്രാൻഡിൻ്റെ ഗോസറോ 950 എന്ന് പറയുന്നൊരു സൗണ്ട് ബാറാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഈ ഒരു സൗണ്ട് ബാറിനെ കുറിച്ചിട്ട് പറയാൻ ഏകദേശം 10,000 രൂപ പ്രൈസ് റേഞ്ചിലായിരുന്നു ഇത് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇറങ്ങിയ സമയത്ത്. പിന്നെ അത് കുറഞ്ഞു വന്നു. അപ്പോൾ ഏകദേശം ഒരു 5500-6000 രൂപയ്ക്ക് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ പറ്റും. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് 5500 രൂപയ്ക്കായിരുന്നു. അപ്പോൾ 5500 രൂപയ്ക്ക് ഒരു 5.1 ഇഞ്ച് സൗണ്ട് ബാർ, അത് മാത്രം 280 വാട്ട് RMS ഒക്കെ ആയതിൻ്റെ ഔട്ട്പുട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും 280 കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു സൗണ്ട് ഔട്ട്പുട്ട് കിട്ടുന്ന വിചാരിച്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഇംപ്രഷനും കാര്യങ്ങളൊക്കെ പോയി കിട്ടി. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലത്തെ സൗണ്ട് ഔട്ട്പുട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വലിയൊരു ബോക്സിൻ്റെ അകത്താണ് നമ്മുടെ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് നമ്മുടെ സൗണ്ട് ബാർ വരുന്നുണ്ട്, സബ് വൂഫർ വരുന്നുണ്ട്, 2 സാറ്റലൈറ്റ് സ്പീക്കേഴ്സ് വരുന്നുണ്ട്, അത് കൂടാതെ റിമോട്ടും യൂസർ മാനുവലും പിന്നെ അതിൻ്റെ ഓക്സ് കേബിളും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ സബ് വൂഫർ. അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിലായിട്ട് 6.5 ഇഞ്ചസിൻ്റെ ഒരു സബ് വൂഫർ വരുന്നുണ്ട്. പുറകുവശത്തോട് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ നമ്മുടെ സൗണ്ട് ബാറായിട്ട് കണക്ട് ചെയ്യാനുള്ള വയറ് മാത്രമാണുള്ളത്. പിടിക്കുന്ന സമയത്ത് അത്യാവശ്യം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതങ്ങ് മാറ്റി വെച്ച് നമ്മുടെ സൗണ്ട് ബാറിലോട്ട് വരുന്ന സമയത്ത് ഇതാണ് നമ്മുടെ സൗണ്ട് ബാർ. ഇതിൻ്റെ താഴെ ഗ്രീൻ ലൈറ്റ് വരുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് രാത്രിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിൽ 3 സ്പീക്കേഴ്സ് വരുന്നുണ്ട്, ഒരു സെൻറ്ററും പിന്നെ ഫ്രണ്ട് ലെഫ്റ്റും റൈറ്റും വരുന്നുണ്ട്. സൈഡിലായിട്ട് ഇതിൻ്റെ വോളിയം കൺട്രോൾ ബട്ടൺസ് വരുന്നുണ്ട്. അവിടെ തന്നെ നമുക്ക് ഈ ലൈറ്റ് വേണമെങ്കിൽ ഓഫാക്കി വെക്കാനുള്ളൊരു ഓപ്ഷനും അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ പുറകിലോട്ട് വരുന്ന സമയത്ത് സറൗണ്ട് സ്പീക്കേഴ്സ് കണക്ട് ചെയ്യാനുള്ള ലെഫ്റ്റും റൈറ്റും പോർട്ട് വരുന്നുണ്ട്. സബ് വൂഫറിലോട്ടുള്ള ഔട്ട്പുട്ട് വരുന്നുണ്ട്. HDMI പോർട്ട് വരുന്നുണ്ട്. അതുപോലെ ഒപ്റ്റിക്കൽ കേബിളിൻ്റെ കണക്ഷൻ കൊടുക്കാനുള്ള പോർട്ട് വരുന്നുണ്ട്. ഓക്സ് കേബിളിന് വരുന്നുണ്ട്. ഫ്രണ്ടിലായിട്ട് ബ്രാൻഡ് ലോഗോ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു ഡിസ്പ്ലേ ഉണ്ട്, ഭയങ്കര യൂസ്ഫുൾ ആണ്. നമുക്കതിപ്പം ബ്ലൂടൂത്ത് മോഡിലാണോ, അതുപോലെ വോളിയം ഏത് ലെവലാണ്, സബ് വൂഫറിൻ്റെ വോളിയം ഏത് ലെവലാണ്, ഇതൊക്കെ നമുക്കറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഡിസ്പ്ലേ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ സൗണ്ട് ബാറിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ. ഇത് മാറ്റി വെച്ചിട്ട് സാറ്റലൈറ്റ് സ്പീക്കേഴ്സിലോട്ട് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം വലിയ റൂമാണെങ്കിൽ പോലും നിങ്ങൾ എക്സ്ട്രാ വയർ കണക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഡയറക്റ്റ് ഈ വയർ വെച്ചിട്ട് മാത്രം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ലെങ്ത് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, പിടിക്കുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിലായിട്ട് ഗോയുടെ ബ്രാൻഡ് ലോഗോയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പുറകിലായിട്ട് ഇത് വാൾ മൗണ്ട് ചെയ്യാൻ വേണ്ടിയുള്ള കണക്ഷൻ വരുന്നത്. നമ്മുടെ സൗണ്ട് ബാറും ഇതേ സെയിം സാധനം വരുന്നുണ്ടായിരുന്നു. നമ്മുടെ റിമോട്ടിലോട്ട് ഒരു സമയത്ത് നോർമൽ ഒരു സൗണ്ട് ബാറിലുള്ള റിമോട്ടിനെ പോലെ തന്നെ എല്ലാ ഓപ്ഷൻസും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. എനിക്കിതിൽ ചെറിയൊരു ഡൗട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ബാസ് കൂട്ടാനും കുറയ്ക്കാനുള്ള ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ സറൗണ്ട് സ്പീക്കേഴ്സിലേക്കുള്ള വോളിയം കൂട്ടാനും കുറയ്ക്കാനും ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ട്രിബിൾ എന്നുള്ള ബട്ടൺ കൂട്ടും കുറയ്ക്കാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇതിൻ്റെ ഫ്രണ്ട് ചാനലിൻ്റെ വോളിയം കുറയും കൂടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സിനിമ കാണുന്ന സമയത്ത് ഇതിലെ വോളിയം ഒരു പകുതിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് ചാനലിൻ്റെ സൗണ്ട് മാത്രമേ നമ്മൾ കേൾക്കുള്ളൂ. സറൗണ്ട് അവിടെ ആർക്കോ എന്തിനോ വേണ്ടി വർക്ക് ചെയ്യുന്നൊരു ഫീലായിരുന്നു. അപ്പോൾ ഈ ഒരു സാധനം കുറയ്ക്കുന്ന വഴി സറൗണ്ട് സ്പീക്കേഴ്സിൻ്റെ സൗണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഓവറോൾ ഒരു ഔട്ട്പുട്ടിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു പകുതി വോളിയത്തിലൊക്കെ ഇട്ട് കേൾക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു സൗണ്ട് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഫുൾ വോളിയത്തിലിട്ട് നമ്മളത് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയൊരു ക്വാളിറ്റി ഒന്നും നിങ്ങൾ ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്ത് ഭയങ്കര ലൗഡിൽ ഇങ്ങനെ എന്തൊക്കെയോ പ്ലേ ചെയ്യുന്നൊരു ഫീലായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഫുൾ സൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ബാസിൻ്റെ എഫക്റ്റ് കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് അറിയാൻ പറ്റും. അല്ലാത്ത പക്ഷം നിങ്ങൾ ബാസിൻ്റെ ഒരു ബാസ് ലവറൊക്കെ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ വല്ലാണ്ട് ഈ ഒരു സൗണ്ട് ബാറിലോട്ട് പോകാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ കുറച്ച് സാമ്പിൾസ് ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം. ഇതിന് മാക്സിമം വോളിയത്തിലാണ് കേൾക്കുന്നത്. സാമ്പിൾസ് ആഡ് ചെയ്തിട്ടൊന്നും വലിയ കാര്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ എത്രത്തോളം ഇതിൻ്റെ ഔട്ട്പുട്ട് മനസ്സിലാവുമെന്ന് അറിയില്ല. കാരണം ഇതുപോലെ നിങ്ങളെപ്പോലെ തന്നെ ഇത് കേട്ടിട്ടായിരുന്നു ഈ സാധനം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ കേട്ട പോലെയൊന്നും ആയിരുന്നില്ല ഇത് എന്നുള്ളത് എനിക്ക് കിട്ടിയപ്പോൾ മനസ്സിലായി. എൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് എനിക്ക് ഓക്കെ അല്ല എന്നുള്ളത് ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളത് ഹോം തിയേറ്റർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ 5.1 ഇഞ്ചിൻ്റെ ഒരു സബ് വൂഫർ സെറ്റപ്പ് ഇല്ലേ, നമ്മുടെ പഴയ ഒരു ആംപ്ലിഫയറും ഒരു വലിയൊരു 10 ഇഞ്ചിൻ്റെ സബ്ബൊക്കെ ഉള്ളത്, അതെൻ്റെ കയ്യിൽ നിലവിൽ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ ബേസൊക്കെ വേറെ ലെവലാണ്. ആ ഒരു ബാസോ കാര്യങ്ങളൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടല്ല ഞാനിവിടെ ഇതിൻ്റെ ബേസ് ഇല്ല എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ചെറിയൊരു ഡൗട്ട്, ഇനി എൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്ന്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു, ക്രോമ അതുപോലെ മൈജിയിലൊക്കെ നമ്മൾ ബോട്ടിൻ്റെ സൗണ്ട് ബാസ് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്കത് പോയിട്ട് വർക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ക്രോമയിൽ പോയിട്ട് ബോട്ടിൻ്റെ ഒരുപാട് മോഡൽസ് അവിടെ ഉണ്ടായിരുന്നു. 160 വാട്ട് സൗണ്ട് ഔട്ട്പുട്ട് വരുന്നൊരു മോഡൽ ഞാൻ പ്ലേ ചെയ്തു. അതായത് ക്രോമ എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു സ്റ്റോറാണ്. പിന്നെ
മാൾ സ്റ്റോർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അത്രയും സൗണ്ടിൻ്റെ അകത്തുനിന്നും ഞാൻ ആ സ്പീക്കർ പ്ലേ ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഫീൽ കിട്ടി. നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവും ഭയങ്കര ഒരു ക്വാളിറ്റി അതിൻ്റെ അടുത്തുനിന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫീലോ കാര്യങ്ങളൊന്നും എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം സെയിം പ്രൈസ് റേഞ്ച് ആയിരുന്നു അതിന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റിലൊട്ടും ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ യൂട്യൂബിലുള്ള ആൾക്കാരുടെ റിവ്യൂ നോക്കിയിട്ട്, അതായത് ഇപ്പോൾ ഞാനടക്കം പറയുന്ന ആൾക്കാരുടെ റിവ്യൂ മാത്രം വിശ്വസിച്ചിട്ട് പ്രൊഡക്റ്റ് എടുക്കരുത്. നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ ഇത് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെടുത്ത് പോയിട്ട് വർക്ക് ചെയ്ത് നോക്കി നിങ്ങൾക്കും കൂടെ ഓക്കെ ആണെങ്കിൽ മാത്രം ഇതെടുക്കുക. എൻ്റെ യൂണിറ്റിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഈ പ്രൊഡക്റ്റിൽ ആദ്യത്തെ പ്രൊഡക്റ്റിലും സൗണ്ട് ഇതുപോലെ കുറഞ്ഞു, സൗണ്ട് ഭയങ്കരമായിട്ട് കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ റീപ്ലേസ് ചെയ്തു. അപ്പോൾ റീപ്ലേസ് ചെയ്ത് വന്ന പ്രൊഡക്റ്റിലും സെയിം ഇഷ്യൂ ആയിരുന്നു. ഭയങ്കരമായിട്ട് ബേസ് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം.